കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഇങ്ങനെ ലഭിച്ചാൽ മതിയോ വിൽപ്പനക്കാർക്ക് എന്നുള്ളത്. നമുക്ക് വേണ്ടത് സമ്മാനങ്ങളാണ്. സമ്മാനങ്ങൾ കൃത്യമായിട്ടും കിട്ടുന്നില്ല. അതുള്ളത് വ്യാപക പരാതി, വ്യാപകമായ ആക്ഷേപം പുതിയ ഇനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എല്ലാ മേഖലയിലേക്കും ഈ സംഭവം എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നല്ലൊരു വിഭാഗം ആൾക്കാർക്ക് അറിയത്തില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ കുറച്ച് ആൾക്കാർ കിട്ടുന്നുണ്ടായിരിക്കും, ബാക്കിയുള്ളവർ ചോദിച്ച് മേടിക്കാനുള്ള മടിയുണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. വാല്യൻ്റ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഇങ്ങനെ ലഭിച്ചാൽ മതിയോ വിൽപ്പനക്കാർക്ക് എന്നുള്ളതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്താനും എല്ലാവിധ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ വാക്കുകൾ തെറ്റായിട്ട് തോന്നുന്നവരുണ്ടെങ്കിൽ അതും നമ്മളെ ഒന്ന് തിരിച്ചറിവിന് വേണ്ടിയിട്ട് മാത്രം, മോശമായ കമൻറ്റുകളല്ല ഉദ്ദേശിക്കുന്നത്, തിരിച്ചറിവിന് വേണ്ടി നല്ലൊരു കമൻറ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചല്ലോ, കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഇങ്ങനെ ലഭിച്ചാൽ മതിയോ വിൽപ്പനക്കാർക്ക് എന്നുള്ളത്. നമ്മൾ സൂചിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഇപ്പോൾ നടന്നിട്ടുണ്ട്. എല്ലാ വിൽപ്പനക്കാർക്കും അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം പലരും ഇത് മനസ്സിലാക്കിയിട്ടില്ല. വലിയ വലിയ ഹോൾസെയിലുകാരെ എല്ലാവരും അത് സാധാരണ കച്ചവടക്കാരിലേക്ക് പറഞ്ഞു കൊടുക്കാനും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ വിവരം. നമുക്ക് ഇതിനകത്തെല്ലാം അടിസ്ഥാനപരമായിട്ട് ഈ ചെറിയൊരു മാറ്റം മാത്രമല്ല, നമുക്ക് വേണ്ടത് സമ്മാനങ്ങളാണ്. സമ്മാനങ്ങൾ കൃത്യമായിട്ടും കിട്ടുന്നില്ല. അതുള്ളത് വ്യാപക പരാതി, വ്യാപകമായ ആക്ഷേപം പുതിയ ഇനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് കേരള സംസ്ഥാന ഭാഗ്യക്കുറി നേരത്തെ എടുത്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും അവർക്ക് സമ്മാനങ്ങൾ ലഭിക്കുന്നില്ല. അത് വലിയ രീതിയിൽ ചെറുകിട കച്ചവടക്കാരെ ഈ ഒരു വിഷയം ബാധിക്കുന്നുണ്ട്. അത് ചെറിയ രീതിയിലൊന്നുമല്ല ബാധിക്കുന്നത്. ഒരു ശരാശരി 300 ടിക്കറ്റ് വരെ വിറ്റുകൊണ്ടിരുന്ന ചെറുകിട കച്ചവടക്കാർ, അല്ലെങ്കിൽ 200, 250 വിറ്റുകൊണ്ടിരുന്ന ചെറുകിട കച്ചവടക്കാർ അവർ 60 ടിക്കറ്റിലേക്ക്, 120 ടിക്കറ്റിലേക്ക് ഒതുങ്ങിപ്പോയിരിക്കുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഒന്ന് ഈ ടിക്കറ്റ് വിറ്റാൽ കിട്ടുന്നത് ഈ ഒരു ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന 6 രൂപ ചില്ലറ കിട്ടുമ്പോൾ, ആ 6 രൂപ ചില്ലറ കൊണ്ട് 100 ടിക്കറ്റ് വിറ്റാൽ 600 രൂപ കിട്ടുമ്പോൾ, ഒരാൾ ടിക്കറ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മെനക്കെടുമ്പോൾ അയാൾക്ക് മാത്രമുണ്ടാകുന്ന ചിലവുകളൊന്ന് നമ്മൾ ഒന്ന് കരുതി നോക്കാം. ഇനി വീട്ടിൽ നിന്ന് കാപ്പ് കുടിച്ച് വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോയെന്ന് പറഞ്ഞാലും അവരൊരു ചായ കുടിക്കുകയോ വണ്ടിയെ കയറുകയോ ഒക്കെ ചെയ്യണ്ടേ. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഈ പൈസ കൃത്യമായിട്ടൊരു ശമ്പളം എന്ന നിലയിൽ അവർക്ക് കിട്ടുമോ? ഈ ഒരു അവസ്ഥ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ 60 ടിക്കറ്റും 120 ടിക്കറ്റും വിൽക്കുന്ന ആൾക്കാർ കൂടുതൽ ടിക്കറ്റ് എടുത്ത് വിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് സമ്മാനങ്ങൾ കിട്ടണം. എന്നാൽ സമ്മാനങ്ങൾ കിട്ടും എന്ന് ഓർത്തുകൊണ്ട് എവിടെയെങ്കിലും കടം മേടിച്ച് കുറച്ച് ടിക്കറ്റ് എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ സമ്മാനം കിട്ടത്തുമില്ല. ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന ആ പൈസ, കടം മേടിച്ച പൈസയും കൂടെ കൊടുക്കാൻ വേണ്ടി വേറെ കടം മേടിക്കേണ്ട ഒരു അവസ്ഥയാണ് സാധാരണ ലോട്ടറിക്കാരെ സംബന്ധിച്ചത്. അതിനേക്കാളും ഒരു ഭയങ്കരമായ പരിതാപകരമായ ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ലോട്ടറി എടുക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം. ഏതായാലും ഈ സംഭവം എന്ന് പറഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അടിക്കുകയില്ല എന്നുള്ളത് 100% എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിൽ ഭാഗ്യം എന്നുള്ള ഒരു കാര്യം പറഞ്ഞാണ് ഈ ലോട്ടറി വിൽക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഭാഗ്യം എങ്ങനെ നിർണ്ണയിക്കാൻ പറ്റും? ഇനി ഒരു ലോട്ടറി കച്ചവടക്കാരന് കുറേ നാളുകൾ അടിക്കാതിരുന്നു കഴിഞ്ഞാൽ അയാളുടെ ഭാഗ്യത്തിൻ്റെ കുഴപ്പമാണ് എന്ന് പറയാം. മറ്റു കച്ചവടക്കാർക്ക് അടിക്കണം മാത്രം. അതായത് ഒരു ഏരിയയിൽ ഒരു ശരാശരി ഒരു കണക്ക് നമ്മൾ പറയുമ്പോൾ ഒരു 50 കച്ചവടക്കാർ വയ്ക്കുന്ന ഒരു ഏരിയയിൽ, ആ ഏരിയയിൽ ഈ 50 കച്ചവടക്കാർ വയ്ക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു 10-20 പേർക്കെങ്കിലും സമ്മാനം അടിക്കണ്ടേ? ഒരു 10-20 പേർക്ക് നല്ലൊരു സമ്മാനം അടിക്കണ്ടേ? 5000 മുതൽ താഴോട്ടുള്ള സമ്മാനം അടിക്കണ്ടേ? ഇത് പല ഹോൾസെയിൽ കടയിൽ പോലും സമ്മാനങ്ങൾ അടിക്കാത്ത ഒരു രീതിയാണ്. അതായത് ഈ ടിക്കറ്റുകൾ എടുക്കുന്നു, ടിക്കറ്റുകൾ തീരുന്നു. സാമ്പത്തികം ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ട് ടിക്കറ്റുകൾ എടുക്കുന്നു എന്നുള്ള അവസ്ഥ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഗ്രാമീണ മേഖലയിൽ ഇതിന് ബാധകമല്ല. ഗ്രാമീണ മേഖലയിൽ കച്ചവടം തകർന്നു. അതായത് ഒരു ഏരിയയിൽ നിന്ന് ഒരു 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ പല കച്ചവടക്കാരിൽ നിന്നായിട്ട് ഈ പൈസ കടന്നു പോകുന്നതല്ലാതെ അത് തിരിച്ചൊരു ചെറിയൊരു തുക പോലും ആ ഏരിയയിലേക്ക് വരുന്നില്ല. അതെന്തുകൊണ്ട് സർക്കാരും മറ്റുള്ളവരും മനസ്സിലാക്കുന്നില്ല? ഇതാരാണ് കൈകാര്യം ചെയ്യുന്നത്? ഈ അവസ്ഥയ്ക്ക് കാരണം ഉണ്ടാക്കിയത് ആരാണ്? അത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. കാരണം പൊതുജനങ്ങളുടെ പൈസ
നിർലോഭം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങോട്ട് ഒരു കുറച്ച് പൈസ വന്നെങ്കിൽ മാത്രമേ സമ്മാനം 5000-ൻ്റെ സമ്മാനം 2000-ൻ്റെ സമ്മാനം ഈ സമ്മാനങ്ങൾ നേരത്തെ കിട്ടുന്ന പോലെ കിട്ടുന്നില്ല എന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. അത് ആർക്കെങ്കിലും കരുതി സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കാരണം ഈ സമ്മാനങ്ങൾ ഇതുപോലെ നല്ല രീതിയിൽ എവിടെയെങ്കിലും കിട്ടുന്നുണ്ട് എന്നുണ്ട് നിങ്ങൾ പറഞ്ഞറിയുവാണെങ്കിൽ അതും നമുക്ക് സന്തോഷമുള്ള കാര്യം. കാരണം നമ്മുടെ ഏരിയയിലെ കുഴപ്പം മാത്രമല്ല, നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഏരിയയിൽ സമ്മാനം അടിക്കുന്നുണ്ട്, ഇതൊന്ന് പറഞ്ഞു കേൾക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കച്ചവടക്കാരൻ പറയട്ടെ ഞങ്ങൾക്ക് സമ്മാനം അടിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലെ കുഴപ്പമായി എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുവാണെങ്കിൽ അത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം പൊതുജനം പറയുന്നതും ഒരു ഏജന്റുമാർ പറയുന്നതും അവരുടെ കരച്ചിൽ മാത്രമല്ല, ഇതിൻ്റെ സത്യാവസ്ഥ വേറെ സമ്മാനം കിട്ടുന്നുണ്ട് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനോട് ഒരു അനുകൂല ഭാവം ഉണ്ടാകും. പക്ഷേ അതല്ല ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഉറപ്പായിട്ടും അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. ഇത് നമ്മൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ ആൾക്കാരുടെ ഒരു കാര്യം മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഉറപ്പായിട്ട് അറിയാവുന്ന ഒരു കാര്യം, ഞാനിപ്പോൾ ഇതിനു മുമ്പ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ ടിക്കറ്റുകൾ 300 ടിക്കറ്റ് വിറ്റുകൊണ്ടിരുന്ന ആൾക്കാരിപ്പോൾ വിൽക്കുന്ന ടിക്കറ്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 60 അല്ലെങ്കിൽ 120 അല്ലെങ്കിൽ 100 എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഈ ടിക്കറ്റുകൾ, ബാക്കി ടിക്കറ്റുകൾ എന്ത് ചെയ്യും? ഒരു ഏരിയയിൽ ഒരു കച്ചവടക്കാരനല്ല ഇത് കുറച്ചേക്കുന്നത്. ഒരു ഏരിയയിൽ ഒരു ഗ്രാമപ്രദേശത്ത് 10 കച്ചവടക്കാരുണ്ടെങ്കിൽ ആ 10 കച്ചവടക്കാരും 200 ടിക്കറ്റോളം ഇത് കുറയ്ക്കുന്നു. അപ്പോൾ ഈ 200 ടിക്കറ്റ് 10 പേരാകുമ്പോൾ 2000 ടിക്കറ്റ് വരും. സർക്കാർ സംവിധാനത്തിൽ നെറുക്കെടുപ്പ് സമയത്ത് ഒരു ടിക്കറ്റ് പോലും ബാലൻസ് വരുന്നില്ല. അപ്പോൾ ഈ ടിക്കറ്റുകൾ എവിടെയോ കൂടിക്കിടക്കുകയാണ്. ഏതോ സെക്ഷനിലേക്ക് ഈ ടിക്കറ്റുകളെല്ലാം കൂടിച്ചേരുകയാണ്. ഈ കൂടിച്ചേരുന്ന ടിക്കറ്റുകളെല്ലാം വിറ്റഴിക്കപ്പെടുന്നുമുണ്ട്. അപ്പോൾ ഇതിനെവിടെയോ കളികൾ നടക്കുന്നുണ്ട്. ഈ സമ്മാനങ്ങൾ സാധാരണഗതിയിൽ ഈ കച്ചവടക്കാർക്ക്, ചില്ലറ കച്ചവടക്കാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഈ സമ്മാനം എല്ലാ മേഖലയിലേക്ക് ചെല്ലുന്നുണ്ട് എന്നുള്ളൊരവസ്ഥ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ടിക്കറ്റിൻ്റെ കച്ചവടം കൂടിക്കിട്ടും. ഈ പറയുന്ന ഈ ലോട്ടറി ചെറുകിട കച്ചവടക്കാർക്ക് അവർക്ക് വീട്ടിലേക്ക് സാധനം മേടിച്ച് മറ്റാവശ്യങ്ങൾ ചിലവ് കഴിഞ്ഞ് ഒരു 500 രൂപ പണിക്കൂലി കിട്ടിയാൽ ഈ ഒരു കാര്യം എന്താണ് ആരും ചിന്തിക്കാത്തത്? GST വർധനവ് വന്നു. GST വർധനവ് വരുമ്പോഴത്തേക്ക് 25%-ൽ നിന്ന് 40% ആക്കി എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിന് 20%, കേരളത്തിന് 20%, അങ്ങനെ 20, 40% ആക്കി. ഈ സർക്കാരുകൾക്ക് ഇപ്പോഴും നഷ്ടമില്ല. നഷ്ടം സംഭവിച്ചിരിക്കുന്ന ലോട്ടറി എടുപ്പുകാർക്കും അതുപോലെ തന്നെ ലോട്ടറി വിൽപ്പനക്കാർക്കും അവരുടെ പൈസയ്ക്കകത്താണ് കുറവ് വന്നത്. അപ്പം ഞാനൊരു കാര്യം നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, ചെറിയൊരു മാറ്റം കേരള സംസ്ഥാന ഭാഗ്യക്കുറി വന്നെന്ന്. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു 30 പൈസയോളം വിൽപ്പനക്കാർക്ക് ഒരു ടിക്കറ്റിൽ കൂട്ടി കിട്ടിയിട്ടുണ്ട്. അതായത് വിറ്റ് കിട്ടുന്ന പൈസയ്ക്കകത്ത് ഒരു 30 പൈസ അവരുടെ ശമ്പളത്തിൽ, അതായത് നമ്മളൊരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു 60 ടിക്കറ്റ് വിൽക്കുന്ന ആൾക്ക് ഒരു 20 രൂപ, 120 ടിക്കറ്റ് വിൽക്കുന്ന ആൾക്ക് ഒരു 40 രൂപ കൂടുതൽ കിട്ടും. ഈ വിവരം എല്ലാവർക്കും അറിയാമോ? എല്ലാ കച്ചവടക്കാർക്കും ഇത് കിട്ടുന്നുണ്ടോ? എല്ലാ മേഖലയിലേക്കും ഈ സംഭവം എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നല്ലൊരു വിഭാഗം ആൾക്കാർക്ക് അറിയത്തില്ലെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് കിട്ടുന്നുണ്ടായിരിക്കും, ബാക്കിയുള്ളവർ ചോദിച്ച് മേടിക്കാനുള്ള മടിയുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് സത്യമാണോ എന്നുള്ളൊരു അറിവ് അവർക്ക് ഒരു വ്യക്തത വന്നിട്ടില്ലായിരിക്കും. പക്ഷേങ്കിൽ ഇത് ഇപ്പം നിലവിൽ ഉള്ള ഹോൾസെയിൽ കടക്കാരിൽ നിന്ന് പല ഏജന്റുമാർക്കും ഈ 30 പൈസ, അതായത് ഒരു 60 ടിക്കറ്റിൽ 20 രൂപ വെച്ച് 120 ടിക്കറ്റ് എടുക്കുന്ന ആൾക്ക് ഒരു 40 രൂപ ബില്ലിൽ കുറവ് വരുന്നുണ്ട്. ഈ ബില്ലിൽ കുറവ് വരുന്നത് ഇതാണ് ഒരു ചെറിയ ആശ്വാസം ജനങ്ങൾക്കല്ല, ഏജന്റുമാർക്ക്, അതായത് വിൽപ്പനക്കാർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ ലോട്ടറി ഓഫീസിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നവർക്ക് എത്ര പൈസയുടെ ഡിഫറൻസ് വന്നിരിക്കുന്നത് വ്യക്തമായിട്ടൊരു അറിവ് ലഭിച്ചിട്ടില്ല. അതുകൂടെ കളക്ട് ചെയ്തിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ അത് തീർച്ചയായിട്ടും പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഈ വീഡിയോ നിങ്ങൾ കാണുക. ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ട്, അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ സമ്മാനം കൂട്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമം നടത്തണം. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ശ്രമിച്ചാൽ സമ്മാനങ്ങൾ കൂട്ടി കിട്ടും. അതായത് ഈ കൂട്ടി കിട്ടുമെന്നുള്ളതല്ല, ഈ പേപ്പറിലുള്ള സമ്മാനങ്ങൾ എല്ലാ സ്ഥലത്തും എത്തുമെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ നമ്മളൊന്നും മനസ്സിലാക്കിയിട്ട് കാര്യമുണ്ട്, പേപ്പറുകളിൽ സമ്മാനം വരുമ്പോൾ തന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, 5000-ൻ്റെ സമ്മാനങ്ങൾ ഒരു മേഖലയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അതായത് ഒരു ടിക്കറ്റിൻ്റെ 3000-ൻ്റെ ബ്ലോക്കിൽ അടിക്കുന്നെങ്കിൽ ആ 3000-ൻ്റെ ബ്ലോക്കിൽ തന്നെ 3, 4, 5000 കറങ്ങി വീഴുന്നു. അതുപോലെ തന്നെ ആ 3000-ൻ്റെ ബ്ലോക്കിൽ തന്നെ 30 കൂട്ടി തന്നെയാണെങ്കിൽ ചിലപ്പോൾ, അല്ലെങ്കിൽ 3010 അടിച്ചു കഴിഞ്ഞാൽ 30, 75, 30, 50 അങ്ങനെയുള്ളൊരു നമ്പറുകൾക്ക് വീണ്ടും 5000 അടിക്കുന്നു. അപ്പോൾ ആ മെഷീൻ്റെ അകത്ത് എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിലാണ് ഈ സമ്മാനങ്ങൾ വരുന്നത്. കാരണം അല്ലെങ്കിൽ കറങ്ങി വീഴുന്ന സമ്മാനങ്ങളിൽ ഈ 19 നമ്പറിന് മാത്രം 5000 കൊടുക്കുന്ന ഈ നമ്പറിൻ്റെ അകത്ത് ഇങ്ങനെ വീണ്ടും കറങ്ങി വരുന്നു.
അപ്പോൾ ഈ കറക്കത്തിനകത്ത് എന്തോ ഒരു കറക്കമുണ്ടെന്നുള്ളതാണ് ജനങ്ങൾ സംസാരിക്കുന്നത്. ജനങ്ങളിലെ വികാരം, ജനങ്ങളിലെ സാധാരണ ലോട്ടറി അടിക്കുന്നവൻ്റെ സംസാരം മാത്രമാണ് നമ്മുടെ വീഡിയോയിലുള്ളത്. അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് നമ്മളെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പറയുന്നതല്ല. ഈ സംഭവം അനുഭവങ്ങളിൽ വിളിച്ചതിൽ മാത്രം പറയുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവുന്നു? നമ്മൾ ഒന്നിച്ച് നിന്നാൽ, അല്ലെങ്കിൽ എല്ലാവരോടും ആവർത്തിച്ചാൽ, എല്ലാവരും ഒന്നിച്ച് നിന്ന് ശ്രമിച്ചാൽ കുറച്ചുകൂടെ സമ്മാനങ്ങൾ കൂടുതൽ കിട്ടും. അല്ലെങ്കിൽ കുറച്ചുകൂടെ സമ്മാനങ്ങൾ കൂടുതൽ കിട്ടും എന്നുള്ളതല്ല, ഈ സമ്മാനങ്ങൾ കൂടുതൽ ഏരിയയിലേക്ക് വ്യാപിക്കണം. കേന്ദ്രീകൃതമായ ഒരു മേഖലയിലേക്ക് സമ്മാനങ്ങൾ ഒതുങ്ങരുത്. ഈ സമ്മാനങ്ങൾ കേരളത്തിലെ എല്ലാ മേഖലയിലേക്കും വ്യാപിക്കണം. ഗ്രാമപ്രദേശങ്ങളിലുള്ള ഹോൾസെയിലുകാരൻ ഉൾപ്പെടെ, അതായത് ചെറുകിട പട്ടണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെറുകിട പട്ടണത്തിലെ ആ കച്ചവടക്കാർ ഉൾപ്പെടെ, ഈ ഗ്രാമീണ മേഖലയിൽ വിൽക്കുന്ന വിൽപ്പനക്കാർക്ക് ഉൾപ്പെടെ ഒരു 10-20 പേര് വിൽക്കുമ്പോൾ കുറച്ച് പേർക്ക് സമ്മാനം അടിക്കണം. എന്നാൽ മൊത്തം പൈസ അങ്ങോട്ട് കയറിപ്പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു മാറ്റം വരണം. ദയവ് ചെയ്ത് ഈ ലോട്ടറി വിൽപ്പനക്കാരുടെയും ഈ കച്ചവടക്കാരൻ്റെയും അതുപോലെ തന്നെ ലോട്ടറി എടുക്കുന്നതിൻ്റെയും ഒരു അവസ്ഥ, നിങ്ങൾ AC-യിൽ ഇരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കാതെ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അഭിപ്രായം ചോദിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക. ജനങ്ങൾക്ക് ഇത് ലഭിക്കുന്നുണ്ടെന്ന് കൂടെ അന്വേഷിക്കുന്ന ഒരു സംവിധാനം വന്നാൽ ഉറപ്പായിട്ടും ഈ നമ്മുടെ പ്രസ്ഥാനം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. കാരണം കേരള ലോട്ടറിയെ സംബന്ധിച്ചുള്ള കേരള ലോട്ടറി വിശ്വസ്ത, സുതാര്യം, ജനകീയം എന്ന് പറഞ്ഞാൽ ഈ ലോട്ടറി ഏജന്റുമാർക്ക് ഒരു നല്ലൊരു സംവിധാനമാണ്. അവർക്കൊരു നിത്യ തൊഴിൽ, അതുപോലെ ഇപ്പോൾ അവർക്ക് വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള സഹായങ്ങൾ, അവർക്ക് അതുപോലെ ആരോഗ്യ ആവശ്യത്തിനുള്ള സഹായങ്ങൾ, സ്കോളർഷിപ്പുകൾ, അങ്ങനെ പല 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 നേട്ടങ്ങൾ, അതുപോലെ ഈ ക്ഷേമനിധിയിൽ കൂടി കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഈ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അതിനുള്ള ഒരു സഹായം, അതുപോലെ കല്യാണം ഉണ്ടെങ്കിൽ അതിനുള്ള സഹായം, അങ്ങനെ പലവിധ സഹായങ്ങൾ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയിലൂടെ ജനങ്ങൾക്ക്. അതുപോലെ ഏറ്റവും അവസാനമായിട്ട് പാർപ്പിടം ഇല്ലാത്തവർക്ക് പാർപ്പിടം, കുറച്ച് പേർക്ക് വീടിന് വേണ്ടി അനുമതി കൊടുത്തിരിക്കുന്നു. വീട് വെച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ ഓണം ബോണസ് കൊടുക്കുന്നു. ഓണം ബോണസ് നല്ലൊരു തുക തന്നെ കൊടുത്തുകൊണ്ട് അവർക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ അവരുടെ നിത്യ വരുമാനത്തിലെ കുറവ് വരുമ്പോഴത്തേക്ക് നിത്യ ചെലവുകളെ താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴത്തേക്കാണ് ഈ വിഷയം ഉണ്ടാകുന്നത്. 600 രൂപ കിട്ടിക്കൊണ്ടിരുന്ന കമ്മീഷൻ, അതായത് 5000 രൂപ പ്രൈസ് അടിക്കുമ്പോൾ 600 രൂപ കിട്ടിക്കൊണ്ടിരുന്ന കമ്മീഷൻ 450 വരുമ്പോഴത്തേക്ക് അവിടെ 150 രൂപയുടെ വ്യത്യാസം, വലിയ വ്യത്യാസം തന്നെയാണ്. കോട്ടെ, ഈ ലോട്ടറിയും സംസ്ഥാനവും സർക്കാരും ജനങ്ങളും എല്ലാം നിലനിൽക്കാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ ഈ കിട്ടുന്ന സമ്മാനങ്ങൾ, പേപ്പറിൽ കാണുന്ന സമ്മാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ വീഡിയോ ഹൈപ്പ് ചെയ്യാനും, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ വീഡിയോ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം തുറന്ന് എഴുതുക. തുറന്ന് പറയുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങളുമായിട്ട്, കൂടുതൽ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.